അമ്മ ആഗ്രഹിച്ചത് സാധിക്കാതെ ഒരിക്കലും പിന്മാറില്ല. സാർ എന്ത് പറഞ്ഞിട്ട് അമ്മയെ സമ്മതിപ്പിച്ചത്? പ്രിയനും തുളസിയും തമ്മിലുള്ള കല്യാണം നടത്തണമെന്നാ അമ്മ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, അമ്മ ഒരു കാര്യം വിചാരിച്ചാ അത് നടത്തിയെടുത്തിരിക്കും. എന്റെ കല്യാണം നടത്താൻ അമ്മ ഒരുപാട് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് അതിനെ പറ്റിയ ഒരു അവസരമായിട്ട് കണ്ട് അമ്മ അത് ഉപയോഗിക്കുക. നമുക്ക് പോവാം സാർ. പ്രിയൻ ഇങ്ങനെ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യില്ലേ? പിന്നെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം? വീട്ടിൽ നടന്ന വിഷയവും എന്റെ കല്യാണവും തമ്മിൽ എന്താ ബന്ധം? പാർവതി നീയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ ആന്റിയുടെ സംശയം. ഞാൻ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ലെന്ന് ആന്റി പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എങ്കിലും ഒരു ഗുണം ഉണ്ടായില്ല. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്ന് ആന്റിക്ക് വിശ്വാസമില്ല. ദേ പ്രിയൻ, നീ ആന്റിയുടെ കണ്ടീഷൻസിന് ഓക്കെ പറയണം. സർ, എനിക്കറിയാം നീ വേറൊരു പെൺകുട്ടിയാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ നീ സമ്മതിക്കുമെന്ന് ആന്റിയോട് പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. എന്തിനാ സാർ അങ്ങനെ പറഞ്ഞത്? പ്രിയന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ചതിക്കുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? ദേ, അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. തൽക്കാലം പ്രിയൻ വീട്ടിൽ കയറാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പ്രിയൻ പ്രേമിക്കുന്ന പെൺകുട്ടിയുമായിട്ട് തന്നെ നിന്റെ കല്യാണം നടക്കും. അതെന്റെ വാക്കാ. പാർവതി, നോക്കി നിൽക്കാതെ പ്രിയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഞാൻ